ഉത്സവവുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗേവാറിന്റെ പടം ഉയർത്തുന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. ഇവിടെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് CPM-ഉം BJP-യും നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം പൂരത്തിന്റെ അവിടെ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയിരിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ പൊതുമനസാക്ഷി നോക്കേണ്ടത് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ കമ്മിറ്റി ആരാണ് നിയന്ത്രിക്കുന്നത്? പ്രസിഡന്റ് CPM-കാരൻ, സെക്രട്ടറി CPM-കാരൻ. അവർക്ക് വേണ്ടി അവർ ഇവിടെ RSSന്റെ ആൾക്കാർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി CJP പാർട്ടിയാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ വിഭാഗമായി കൊല്ലം ജില്ലയിൽ ഇവിടെ CPM-ഉം BJP-യും കൂടി ചേർന്നുകൊണ്ട് അവർ ഹെഡ്ഗേവാറിന്റെ പടമുയർത്തി. അവർക്ക് പരാതിയില്ല. രാവിലെ യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിർദ്ദേശാനുസരണം ഞങ്ങൾ പരാതി നൽകി മണിക്കൂറുകളായിട്ടും പോലീസിന് മിണ്ടാട്ടമില്ല. ഇപ്പോൾ അതിനുശേഷം 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കാണുന്നത് ഇവിടെ RSSന്റെ ഓഫീസിൽ നിന്നും BJP-യുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നും കോള് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും DYFIയുടെ കുട്ടി സഹാക്കന്മാരിറങ്ങുന്നു. ഇവിടെ വിപ്ലവഗാനം പാടി ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു. അവിടെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച അപ്പോഴൊന്നും മിണ്ടാട്ടമില്ലാത്ത DYFI നേതാക്കന്മാർ ഇന്ന് പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇത്രയും മണിക്കൂറായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് എങ്ങനെ ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് CPM-കാരനായ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സംരക്ഷിക്കാം. ഇവിടെ കോൺഗ്രസ്സുകാരൻ കൊടുത്ത പരാതിക്കകത്ത് FIR രജിസ്റ്റർ ചെയ്താൽ കേസുമായി അവർ മുന്നോട്ട് പോകും. അപ്പോൾ അവരെ എങ്ങനെ സംരക്ഷിക്കും? അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് മണിക്കൂറുകളായിട്ടുള്ള ചർച്ചകളാണ് കൊല്ലം കമ്മീഷണറും അതുപോലെ തന്നെ ACP ഓഫീസും കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ ഞങ്ങൾ പരാതി നൽകിയിട്ട് ഈ നിമിഷമായിട്ട് ഏകദേശം 8 മണിക്കൂറോളമായി ഒരു നടപടിയും സ്വീകരിക്കാതെ പോലീസ് ഒരു പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗമായിട്ട് പോലും എന്താണ് നിങ്ങളുടെ പരാതി, എന്ത് പരാതിയിലാണ് നിങ്ങൾ കൊടുത്തത്, നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട്, ഒന്നും അവർക്കറിയണ്ട. അവർ ചർച്ച നടത്തുന്നത് CPM-കാരുമായിട്ട്. അപ്പോഴല്ലേ RSSകാരനെയും അതുപോലെ തന്നെ CPM-ന്റെ ക്ഷേത്ര ഉപദേശക സമിതിയെയും ഒരുപോലെ സംരക്ഷിക്കാൻ സാധിക്കൂ. ഇവിടെ CPM-ന്റെയും RSSന്റെയും മതേതരത്വത്തിന്റെ മേൽ കടക്കൽ കത്തിവെച്ചിട്ടുള്ള അവരുടെ സമീപനത്തിനെതിരായി യൂത്ത് കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി വരും ദിവസങ്ങളിലും മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഹെഡ്ഗേവാറിനെയും ഗോൾ വർക്കറിനെയും മറുവശത്ത് പുഷ്പനെ അടക്കമുള്ള ആൾക്കാരെ ഒരേ ത്രാസിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം വിസ്മരിപ്പിക്കുവാൻ വേണ്ടി CPM-ഉം BJP-യും RSSും ഒരൊറ്റ യന്ത്രം പോലെ പ്രവർത്തിച്ചാലും അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ അടക്കം പോയിക്കൊണ്ട് കർശനമായ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.